സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം തടിമില്ലിനുള്ളിൽ കണ്ടെത്തി. മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. രാവിലെയാണ് ചൊവ്വല്ലൂരിലെ മരമില്ലിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് ചിദംബരം വിയനാപുരം സ്വദേശി വെങ്കടേശൻ എന്ന 50-കാരനാണ് മരിച്ചതെന്ന് പോലീസ് എത്തി സ്ഥിരീകരിച്ചു. ഇയാൾ മില്ലിലെ തൊഴിലാളിയാണെന്നും വർഷങ്ങളായി ഇതേ മില്ലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. മൃതദേഹത്തിൽ മുറിപ്പാടുകളോ മറ്റോ ഇല്ല എന്നും തലയിൽ ചതവ് പറ്റിയതിനാൽ വീഴ്ചയിൽ മരണം സംഭവിച്ചതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹതയ്ക്ക് അടിസ്ഥാനമില്ലെന്നും സ്ഥലം സന്ദർശിച്ച അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി എ ശിവദാസ് പറഞ്ഞു. അതേസമയം ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്തു. കൂടാതെ പ്രദേശത്തുള്ള ക്രിമിനലുകളും മദ്യപന്മാരും മോഷ്ടാക്കളും നിരീക്ഷണത്തിലാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മരിച്ച വെങ്കടേശൻ സ്ഥിരം മദ്യപാനിയായിരുന്നു. കൂടാതെ മൃതദേഹത്തിന് സമീപത്തു നിന്നും മദ്യക്കുപ്പി കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട വെങ്കടേശൻ തലയടിച്ച് വീണതാകാം മരണകാരണമെന്നും പോലീസ് പറയുന്നു. സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധനും ഡോഗ് സ്ക്വാഡും ശാസ്ത്രീയ കുറ്റാന്വേഷണ സംഘവും എത്തി തെളിവുകൾ ശേഖരിച്ചു. പഴുതടച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് കണ്ടാണശ്ശേരി SI കൂട്ടിച്ചേർത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂവെന്നും കണ്ടാണശ്ശേരി പോലീസുകാർ വ്യക്തമാക്കി. മുംബൈയിൽ വീട്ടമ്മയെ ശല്യപ്പെടുത്തിയ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചെന്ന പരാതി. വീട്ടമ്മയും സഹായികളും ചേർന്നാണ് തുഷാർ പൂജാരെ എന്ന 27-കാരന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഴ്ചകളോളം പിന്നാലെ നടന്ന് പ്രണയാഭ്യർത്ഥന നടത്തി ശല്യം ചെയ്ത യുവാവിന്റെ ജനനേന്ദ്രിയം വീട്ടമ്മ തന്നെയാണ് മുറിച്ചു കളഞ്ഞതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മഹാരാഷ്ട്രയിലെ താനെയിലായിരുന്നു രണ്ടുപേരുടെ സഹായത്തോടെ തുഷാർ പൂജാരെ എന്ന യുവാവിന്റെ ജനനേന്ദ്രിയം 47 വയസ്സുകാരി അറുത്തെടുത്തത്. മൾട്ടിനാഷണൽ ബാങ്കിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ആക്രമണത്തിനിരയായ തുഷാർ പൂജാരെ. ICUവിൽ തുടരുന്ന ഇയാളുടെ നില ഗുരുതരമാണെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. ആഴ്ചകളായി യുവാവ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പിടിയിലായ വീട്ടമ്മ പോലീസിനോട് പറഞ്ഞു. ദിവസങ്ങൾ മുമ്പ് ആക്രമണത്തിനിരയായ യുവാവും വീട്ടമ്മയെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അവരുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വീട്ടമ്മയും ഭർത്താവും തമ്മിൽ വാക്കേറ്റം നടന്നു. തുടർന്നാണ് തന്റെ കുടുംബജീവിതം തകർത്ത യുവാവിനെതിരെ വീട്ടമ്മ പ്രതികാരം ചെയ്യുവാൻ തീരുമാനിച്ചത്. തേജസ് മാത്രേ, പ്രവീൺ കനിയ എന്നീ ആൺസുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് വീട്ടമ്മ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ബാങ്ക് ജീവനക്കാരനായ യുവാവിനെ വായ്പ തരപ്പെടുത്താനെന്ന പേരിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് തേജസും പ്രവീണും വിളിച്ചു വരുത്തി. തുടർന്ന് തേജസ് മാത്രേ, പ്രവീൺ കനിയ എന്നിവർ യുവാവിനെ മർദ്ദിച്ചു. ഇതിനുശേഷമാണ് വീട്ടമ്മ സ്ഥലത്തെത്തിയതും കത്തി ഉപയോഗിച്ച് യുവാവിന്റെ ജനനേന്ദ്രിയം അറുത്തുമാറ്റിയതും. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആക്രമികൾ തന്നെ ദോംബിവാലിയിലെ ആശുപത്രിയിലെത്തിച്ചിരുന്നു. എന്നാൽ യുവാവിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് എയിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. യുവാവിനെ കൊലപ്പെടുത്താൻ ആഗ്രഹമില്ലെന്നും ജനനേന്ദ്രിയം മുറിച്ചത് പക തീർക്കാനാണെന്നും വീട്ടമ്മ പോലീസിനോട് വെളിപ്പെടുത്തി. പ്രതികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണിപ്പോൾ. ഒറ്റയ്ക്കാണ് യുവാവിനെ ആക്രമിച്ചതെന്നായിരുന്നു വീട്ടമ്മ ആദ്യം വെളിപ്പെടുത്തിയത്. എന്നാൽ പോലീസ് മുറിയിലെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ വീട്ടമ്മ സഹായികളുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ജനനേന്ദ്രിയം മുറിക്കാൻ ഉപയോഗിച്ച കത്തിയുൾപ്പെടെ തൊണ്ടിമുതലുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു. ജസ്ന തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. മുണ്ടക്കയത്ത് നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ വിശദമായ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. മാസങ്ങൾ നീണ്ട ലോക്കൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഒരു തുമ്പ് കിട്ടാതെ വന്നതോടെയാണ് ജസ്ന തിരോധാനം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. കഴിഞ്ഞ 1 മാസമായി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മുണ്ടക്കയത്തെ വസ്ത്രാലയത്തിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. ദൃശ്യത്തിലുള്ള പെൺകുട്ടി ജസ്ന തന്നെയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
എന്നാൽ CCTVയിൽ പതിഞ്ഞ അജ്ഞാത കാറും ഒപ്പം ഒരു യുവാവിനെ കുറിച്ച് മധ്യവയസ്കയായ സ്ത്രീയെക്കുറിച്ചുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി മുണ്ടക്കയം പഞ്ചായത്തിലെത്തിയ സംഘം ജനപ്രതിനിധികളെ ദൃശ്യങ്ങൾ കാണിച്ച് വിവരങ്ങൾ ചോദിച്ചു. എന്നാൽ ജനപ്രതിനിധികൾക്ക് ദൃശ്യത്തിലുള്ളവരെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുവാൻ കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിലും അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുവാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. കുറ്റിപ്പുറത്ത് ട്രാൻസ്ജെൻഡറിന് നേരെ ആക്രമണം. നീലാഞ്ജന ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. 3 സംഘം ആക്രമിച്ചുവെന്നാണ് പരാതി. പോലീസ് അന്വേഷണം തുടരുന്നു. കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2-നാണ് സംഭവം. നീലാഞ്ജനയെ വൈറ്റ് ആൾട്ടോ കാറിലെത്തിയ 3 യുവാക്കൾ കാറിൽ കയറാൻ നിർബന്ധിക്കുകയായിരുന്നു. ഇത് നിരസിച്ചതിനെ തുടർന്ന് ചവിട്ടി റോഡിൽ തള്ളിയിടുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും 4800 രൂപയും തിരിച്ചറിയൽ രേഖകളടങ്ങിയ പേഴ്സും തട്ടിപ്പറിക്കുകയും ചെയ്തു. നിങ്ങളെപ്പോലുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും എവിടെ വെച്ച് കണ്ടാലും ബലാത്സംഗം ചെയ്യുമെന്നും പറയുകയും തുടർന്ന് ജെൻഡർ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അസഭ്യം പറയുകയും ചെയ്തതായും നീലാഞ്ജന പറയുന്നു. ഞാൻ സിഗ്നലിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ വൈറ്റ് ആൾട്ടോ കാറ് 3 വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏകദേശം ഒരു 11 മണിയോട് കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര ഇത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗത്തിൻ്റെ കുറച്ച് ഓപ്പോസിറ്റായിട്ടാണ് അവർ നിന്നുണ്ടായിരുന്നത്. അങ്ങനെ പതിയെ കാറ് ഓരോ സ്റ്റോപ്പ് കഴിയുന്തോറും കൊടുന്നിടുക എന്നിട്ട് എന്നോട് കൈകൊണ്ട് തന്നെ കാണിക്കണൊക്കെ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം മലബാർ ഹോട്ടലിന് നേരെ മുമ്പിലാണ്. സിഗ്നലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മലബാർ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവർ വന്ന് കാർ കുറച്ച് നേരം നിർത്തിയിട്ടു. എന്നിട്ട് എന്നോട് വളരെ ക്രൂരമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരം ശ്രദ്ധിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുകയും എന്നെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5-7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ കാറിൽ വന്നിട്ട് എന്നെ പിടിച്ച് വലിച്ചിട്ട് കാറിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുകയായിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 15,000 രൂപയുടെ ഫോണും 4800 രൂപ ക്യാഷും ഉണ്ടായിരുന്നു. ആ ക്യാഷ് എടുത്തിട്ട് എന്നെ കാറിൽ നിന്നും തള്ളിയോട് കൂടി എൻ്റെ സാരി തുമ്പ് ആ കാറിൻ്റെ സൈഡിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിച്ചഴച്ച് എന്നെ കൊണ്ടുപോയായിരുന്നു. കുറെ നേരം റോഡിൽ വലിച്ചിഴക്കുകയും ചെയ്തു. തുടർന്ന് എടപ്പാൾ ഭാഗത്തേക്കാണ് 3 സംഘം കാറോടിച്ചു പോയതെന്നും ഇവർ പറഞ്ഞു. അക്രമത്തിൽ പരിക്കേറ്റ നീലാഞ്ജനയെ കുറ്റിപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്ക് ശേഷം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. കായംകുളം ടൗണിലും ദേശീയപാതയോരങ്ങളിലും ഭീതി വിതച്ച് നിരപരാധികളെ വെട്ടിവീഴ്ത്തിയ അക്രമി സംഘത്തിലെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരിമല വ്രതം നോറ്റിരുന്ന യുവാക്കളെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ പോവാൻ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് 2 യുവാക്കൾക്ക് വെട്ടേറ്റത്. എരുവ കിഴക്കൻ മുറിയിൽ തൊണ്ടോലിൽ വിജിത്ത്, കൃഷ്ണപുരം കാപ്പിൽമേക്ക് തറയിൽ മൈലോ എന്ന അഖിൽ അസ്കർ, കൃഷ്ണപുരം ഞക്കനാൽ ശങ്കർ എന്ന അനൂപ്, കാപ്പിൽമേക്ക് കുറ്റിയിൽ നൌഫൽ, ഓച്ചിറ കൊല്ലശ്ശേരി കോളനിയിൽ വിഷ്ണു, പുതുപ്പള്ളി ഗോവിന്ദമുട്ടം കൊച്ചുമൻ എന്ന അനൂപ്, കായംകുളം എരുവ മാമൂട്ട് വീട്ടിൽ ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. തെക്കേമാങ്കുഴിയിൽ ചിറയിൽ പടീറ്റതിൽ മിഥുൻ, എരുവ മണ്ണൂരത്ത് തറയിൽ രാജേഷ് എന്നിവർക്കാണ് കഴിഞ്ഞ 7-ന് എരുവ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് വെട്ടേറ്റത്. രാത്രിയിൽ ശബരിമല ദർശനത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു ഇവർ ആക്രമിക്കപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. എരുവ ക്ഷേത്രത്തിന് സമീപം ബൈക്കിൽ നിൽക്കുകയായിരുന്ന ഇവരെ രാത്രിയിൽ ഇനോവ കാറിലെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണിപ്പോൾ. അടുത്തിടെ പത്തിയൂരിൽ ഒരു വീട്ടിലുണ്ടായിരുന്ന ആക്രമണത്തിൽ അറസ്റ്റിലായ വിജിത്തിന്റെ കൂട്ടുകാരൻ രജിത്തിന് പരിക്കേറ്റിരുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വരുമ്പോഴായിരുന്നു രജിത്തിനെ ആക്രമിച്ച സുഹൃത്തുക്കളെ എരുവയിൽ വെച്ച് കണ്ടുമുട്ടിയത്. ശബരിമലയിൽ പോവേണ്ട സാധനങ്ങൾ വാങ്ങാൻ ബൈക്കിൽ കായംകുളത്തേക്ക് വരുമ്പോൾ എരുവ ക്ഷേത്ര സമീപത്ത് വെച്ച് തടഞ്ഞു നിർത്തിയാണ് ഇവരെ വെട്ടിയത്. മിഥുന് കൈക്കും രാജേഷിന്റെ മുഖത്തും കാലിനും കൈയുടെ തോളലിനും വെട്ടേറ്റു. 6 പ്രതികളെയും സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
അടിമാലി കുരിശുപാറയിൽ മോഷണം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം ആളില്ലാത്ത വീട്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും സ്വർണവും മോഷ്ടാക്കൾ കൊള്ളയടിച്ചു. മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 8ഓളം മോഷണങ്ങളാണ് കുരിശുപാറ, കോട്ടപ്പാറ, പീച്ചാട് മേഖലകളിൽ നടന്നത്. മാസത്തിലൊരിക്കൽ മോഷണം പതിവായിട്ടും മോഷ്ടാക്കളെ പോലീസ് പിടികൂടാത്തത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. കോട്ടപ്പാറ സ്വദേശി തൂമ്പങ്കൽ ജോസിന്റെ വീട്ടിൽ നടന്ന മോഷണമായിരുന്നു ഒടുവിൽ നടന്ന സംഭവം. ജോസും കുടുംബവും വീട്ടിലില്ലാതിരുന്ന തക്കം നോക്കിയാണ് മോഷ്ടാവ് പണി നടത്തിയത്. വീടിന് പിറകിലെ ഇരുമ്പ് ഗ്രില്ലിളക്കി അകത്തുകയറിയ കള്ളൻ 4 ലക്ഷം രൂപയും വിവാഹമോതിരം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളുമാണ് അപഹരിച്ചതെന്ന് ജോസ് പറഞ്ഞു. 7 മണിയോടുകൂടി ഇവിടുന്ന് കരോളിന് പോവുകയും 9 മണിയായപ്പോൾ പിള്ളേർ ഇവിടെ വന്ന് ഇത് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് കള്ളൻ കയറിയിരുന്നത് മനസ്സിലായിരിക്കുന്നത്. അലമാരിയെല്ലാം തുറന്ന് തുണികളെല്ലാം വലിച്ചു നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് കള്ളൻ കയറിയെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളത് കരോളും കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കാണുന്നത്. കുറച്ച് പൈസയും ഏകദേശം 22,500 രൂപയും ഒരു അരപ്പവനടുത്ത് വരുന്നൊരു മോതിരവും പോയിരിക്കുന്നത്. അടിമാലി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്നതും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ച ശേഷം പെരുവഴിയിൽ ഉപേക്ഷിച്ചു കടന്നതും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പ്രദേശത്ത് അരങ്ങേറിയത്. പശുഫാം നടത്തി വന്നിരുന്ന തമിഴ്നാട് സ്വദേശിയുടെ പണവും സ്വർണവും കവർന്ന കേസിലും എസ്റ്റേറ്റ് മാനേജറെ കെട്ടിയിട്ട പണം മോഷ്ടിച്ച കേസിലും ഇനിയും തുമ്പുണ്ടാക്കാൻ കഴിയാത്ത അടിമാലി പോലീസ് കള്ളന്മാരിൽ നിന്ന് പങ്കുപറ്റുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. കള്ളന്മാരെ പേടിച്ച് രാത്രികാലങ്ങളിൽ കുരിശുപാറയിൽ ആരും ഉറങ്ങാറില്ലെന്നും വരുന്ന കള്ളനെ കൈയോടെ പിടികൂടി പോലീസിന് കൈമാറാനാണ് തീരുമാനമെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു. ഇടുക്കി കള്ളിമാലിയിൽ എസ്ഐയുടെ മകനെ കഞ്ചാവ് കടത്ത് കേസിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 3-അംഗ സംഘത്തിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികളിൽ നിന്ന് വിൽപ്പനയ്ക്ക് കരുതിവെച്ച കഞ്ചാവും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30യോടെയാണ് സംഭവം. ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വ്യാപക ഉപയോഗവും വിതരണവും മുൻകൂട്ടി അറിഞ്ഞ എക്സൈസ് സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കള്ളിമാലി ഭാഗത്ത് പൊന്മുടി ജലാശയത്തിന് മുകൾ വശത്തായുള്ള വിജന പ്രദേശത്തെ സോൾജിയുടെ വീട്ടിൽ കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു റെയ്ഡ്. സംഘമെത്തുമ്പോൾ പ്രതികൾ 3 പേരും ചേർന്ന് ഇലക്ട്രോണിക് ത്രാസ് ഉപയോഗിച്ച് കഞ്ചാവ് തൂക്കി ചെറുപൊതികളാക്കി മാറ്റുകയായിരുന്നുവെന്നാണ് വിവരം. ഉദ്യോഗസ്ഥരെ കണ്ട് പ്രതികൾ ചിതറിയോടി. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആൽവിനും അഭിരാമും ചെറുത്തുനിന്നു. തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ എക്സൈസ് സംഘം കീഴ്പ്പെടുത്തിയത്. മൽപിടുത്തത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സമയം സോൾജി ഓടി രക്ഷപ്പെടുകയായിരുന്നു. 1-ാം പ്രതിയായ ആൽബിൻ 2 ഹാഷിഷ് ഓയിൽ കേസുകളിലും പോലീസ് വിജിലൻസ് വിഭാഗത്തിന്റെയും എക്സൈസിന്റെയും അന്വേഷണം നേരിടുന്ന റിട്ടയർഡ് എസ്ഐയുടെ മകനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിനോദസഞ്ചാരികൾക്ക് ടെന്റുകൾ വാടകയ്ക്കെടുത്തു കൊടുക്കുന്നവരാണ് പ്രതികൾ. വിനോദസഞ്ചാരികൾക്ക് മൊത്തമായും ചില്ലറയായും വിൽക്കാനാണ് മുന്തിയ ഇനം കഞ്ചാവ് പാകപ്പെടുത്തി പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്നതെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. പ്രതികൾ കാലങ്ങളായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നവരും ഉപയോഗിക്കുന്നവരുമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓടി രക്ഷപ്പെട്ട 3-ാം പ്രതി സോൾജിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതാനും ദിവസം മുൻപ് പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. ഇടുക്കി കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർമാരായ KR ബാലൻ, MP പ്രമോദ്, ജയപ്രകാശ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KS അനൂപ്, ലിജോ ജോസഫ്, MR രതീഷ് കുമാർ, K രാധാകൃഷ്ണൻ, K ഷനോജ്, MS അരുൺ, PC റജി എന്നിവരടങ്ങിയ വൻ എക്സൈസ് സംഘമാണ് 1.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മകനെ അഴിക്കുള്ളിലാക്കിയത്. വരാപ്പുഴ കസ്റ്റഡി കൊലക്കേസിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ശ്രീജിത്തിന്റെ കുടുംബത്തിന്റെ തീരുമാനം. CI ക്രിസ്പിൻ സാം, SI ദീപക് എന്നിവരടക്കം കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ട 7 പോലീസുകാരെയാണ്
കഴിഞ്ഞ ദിവസം സർക്കാർ സർവീസിൽ തിരിച്ചെടുത്തത്. അന്വേഷണം പൂർത്തിയായെന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റിമാൻഡ് ചെയ്യപ്പെട്ട 4 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തിടുക്കപ്പെട്ട് തിരിച്ചെടുത്തു എന്നാണ് ആക്ഷേപം. കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആലുവ റൂറൽ എസ് പി ആയിരുന്ന AV ജോർജിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് നേരത്തെ ഒഴിവാക്കിയതും വിവാദത്തിന് വഴിവെച്ചിരുന്നു. തുടക്കം മുതൽ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സ്വീകരിച്ചതെന്നാണ് ശ്രീജിത്തിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കസ്റ്റഡി മരണങ്ങളിൽ ഉൾപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇവിടെ വരാപ്പുഴയിലെ ഈ കേസിൽ കൊല്ലപ്പെട്ട യഥാർത്ഥത്തിൽ കൊലപ്പെടുത്താൻ തയ്യാറാവുകയും നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇപ്പോൾ സംരക്ഷണം കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഗവൺമെന്റ് ലോക്കപ്പ് കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ പരമാവധി 3 മാസത്തേക്ക് മാത്രമേ സസ്പെൻഡ് ചെയ്യാനാകൂ എന്നാണ് സർക്കാർ വിശദീകരണം. സർവീസിൽ തിരിച്ചെടുക്കുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധമില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സർക്കാരിനെ വിമർശിച്ചതിനും അനുവാദമില്ലാതെ പുസ്തകമെഴുതി എന്നതിന്റെ പേരിലും 1 വർഷത്തിലേറെയായി DGP ജേക്കബ് തോമസ് സസ്പെൻഷനിൽ കഴിയുമ്പോഴാണ് കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ടവരെ തിരിച്ചെടുത്തതെന്നും ആരോപണമുണ്ട്. നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ കുടുംബത്തോട് സർക്കാർ നീതി കാട്ടുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ശ്രീജിത്ത് കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ തിരിച്ചെടുത്തിരിക്കുന്നതും. പതിമൂന്നുകാരി ഗർഭിണിയായ കേസിൽ പെൺകുട്ടിയുടെ മൂത്ത സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രക്ഷിതാക്കൾ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് പറഞ്ഞു. കോയമ്പത്തൂരിലാണ് ക്രൂരതകൾ അരങ്ങേറിയത്. കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പെൺകുട്ടി പഠിക്കുന്നത്. രോഗം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ സ്കാനിംഗ് നടത്തിയതോടെയാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് കോയമ്പത്തൂർ ശിശുക്ഷേമ വിഭാഗം പ്രശ്നത്തിൽ ഇടപെട്ടു. കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിറ്റിയിലെ പോളിടെക്നിക് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ് പ്രതി. സംഭവത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ 18-കാരനെ കാണാനില്ലെന്ന പരാതി. അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപ അപഹരിച്ചാണ് മകൻ നാടുവിട്ടതെന്നാണ് വിവരം. ഡിസംബർ 19-നാണ് 12ാം ക്ലാസ്സുകാരനെ വീട്ടിൽ നിന്ന് കാണാതായത്. മകൻ കാറും പണവും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയും മാതാപിതാക്കൾ പരാതിയിൽ കാണിക്കുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് അവന്റെ കാമുകിക്ക് പോലും നിശ്ചയമില്ലെന്നാണ് വിവരം. അതിനിടെ മകൻ ഫോണിൽ വിളിച്ച് തന്നെ തിരക്കേണ്ടെന്നും താൻ തിരിച്ചുവരില്ലെന്ന് പറഞ്ഞതായും മാതാപിതാക്കൾ കൂട്ടിച്ചേർത്തു. സുഹൃത്തിനെ സഹായിക്കാനെന്ന വ്യാജേന മകൻ മുൻപ് 50,000 രൂപ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നുവെന്നും ഇവർ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ മകന്റെ ഫോൺ ജയ്പൂരിന് സമീപമുണ്ടെന്നാണ് നിഗമനം. സാക്ഷിയിലൊരു ഇടവേള. സാക്ഷി തുടരുന്നു. ബ്യൂട്ടി സലൂൺ വെടിവെപ്പ് കേസിൽ നിർണായകമായ ഫോൺ സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. നടി ലീനയ്ക്ക് ലഭിച്ച രവി പൂജാരിയുടെ ഫോൺ സംഭാഷണത്തിന്റെ പകർപ്പാണ് ലഭിച്ചത്. ലീനയുടെ മാനേജർ അഞ്ജലി മേത്തയായിരുന്നു രവി പൂജാരിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തത്. ലീനയോട് അത്യാവശ്യമായി സംസാരിക്കണമെന്നാണ് പൂജാരി ആവശ്യപ്പെട്ടതെന്ന് ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഇതേ സംഭാഷണത്തിന്റെ പകർപ്പാണ് ലീന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ കൈമാറിയിരുന്നത്. കോഴിക്കോട് വടകരയിൽ അയ്യപ്പ ജ്യോതിക്കിടെ പോലീസുകാരന് നേരെ വധശ്രമം. വടകര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അയനിക്കാട് P. പ്രദീപ് കുമാറിന് നേരെയാണ് വധശ്രമം അരങ്ങേറിയത്. അയനിക്കാട് പള്ളിക്ക് സമീപം വെച്ചായിരുന്നു ആക്രമണം. അവധിയിൽ ആയിരുന്ന പ്രദീപ് കുമാർ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നതിനിടെ ദേശീയപാതയിൽ നിന്ന് ഇടറോഡിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കേസ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. രാഗി ശ്രീവാസ്തവ എന്ന യുവതിയുടെ മരണത്തിന് പിന്നിലെ ക്രൂരതയുടെ കഥയറിയാം അന്വേഷണത്തിൽ. രണ്ടാം ഭാര്യയെ കൊന്ന് കൊക്കയിൽ തള്ളിയ ഡോക്ടറെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്.
ഈ റിപ്പോർട്ടോടുകൂടി സാക്ഷി പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ അറിയപ്പെടുന്ന ഡോക്ടറാണ് ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ്. രോഗിയായ പിതാവിനെ കാണിക്കാനാണ് രാഖി ധർമ്മേന്ദ്രയുടെ ആശുപത്രിയിൽ ആദ്യമെത്തിയത്. 2006 തുടങ്ങിയ പരിചയം രാഖി ശ്രീവാസ്തവ എന്ന രാജേശ്വരിയും ഡോക്ടർ ധർമ്മേന്ദ്രനും തമ്മിലുള്ള പ്രണയത്തിലേക്ക് നയിച്ചു. ഇരുവരും ഗോണ്ടയിൽ വെച്ച് 2011 വിവാഹിതരായി. നേരത്തെ വിവാഹിതനായിരുന്ന ധർമ്മേന്ദ്ര രാഖിയുമായുള്ള കല്യാണം രഹസ്യമാക്കി വെച്ചു. ഗോരഖ്പൂരിലെ ഷാംപൂർ പ്രദേശത്ത് വീട് വാങ്ങി അവിടെയാണ് രാഖിയെ താമസിപ്പിച്ചത്. അധികനാൾ ഈ രഹസ്യബന്ധം മുന്നോട്ടു പോയില്ല. ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ ഉഷ സിംഗ് വിവരമറിഞ്ഞു. രാഖിയെ ധർമ്മേന്ദ്രയിൽ നിന്ന് വേർപെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിനിടയിൽ രാഖി ബീഹാർ ഗയ സ്വദേശി മനീഷ് സിൻഹയുമായി അടുത്തു. 2016 ഫെബ്രുവരിയിൽ രാഖിയുടെ രണ്ടാം വിവാഹം നടന്നതോടെയാണ് ഡോക്ടർ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ധർമ്മേന്ദ്രയുമായി ബന്ധം തുടർന്ന രാഖി ഷാപൂരിലെ വീട് തന്റെ പേരിലാക്കി തരണമെന്നും ഡോക്ടറെ നിർബന്ധിപ്പിച്ചു. 2018 ജൂൺ 24 രാഖിയെ കാണാനില്ലെന്നും സഹോദരൻ അമർ പ്രകാശ് ശ്രീവാസ്തവ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ക്രൂരതയുടെ കഥകൾ ഒന്നൊന്നായി പുറത്തുവന്നത്. ഭർത്താവ് മനീഷ് സിൻഹയായിരുന്നു പോലീസിന് ആദ്യം സംശയം. മനീഷിനെ പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും തുമ്പൊന്നും കിട്ടിയില്ല. പിന്നീട് കേസ് അന്വേഷണം UP പോലീസിലെ പ്രത്യേക സംഘം ഏറ്റെടുത്തു. രേഖയുടെ ആദ്യ ഭർത്താവ് ഡോക്ടർ ധർമ്മേന്ദ്രയായിരുന്നു ഇവർക്ക് സംശയം. ജൂൺ 1 മനീഷിനൊപ്പമാണ് രാഖി നേപ്പാളിലേക്ക് പോയതെന്നും അവിടെ വെച്ചാണ് കാണാതായതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മനീഷ് മടങ്ങിയപ്പോഴും രാഖി നേപ്പാളിൽ തുടർന്നു. പോലീസ് ധർമ്മേന്ദ്രയുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചു. ധർമ്മേന്ദ്രയും ഈ സമയങ്ങളിൽ നേപ്പാളിലുണ്ടായിരുന്നെന്നും വ്യക്തമാക്കി. രാഖിയെ കാണാതായ ദിവസങ്ങളിൽ നേപ്പാളിലെ പൊഗ്രയിൽ ധർമ്മേന്ദ്രയുടെ ഫോൺ പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് പൊഗ്രയിലെത്തിയ STFന് സുപ്രധാനമായ മറ്റൊരു വിവരം ലഭിച്ചു. ജൂൺ ആദ്യവാരം ഒരു സ്ത്രീയുടെ മൃതദേഹം പൊഗ്രയിൽ കണ്ടെന്നും ഇത് രാഖിയുടേതാണെന്നും STF സ്ഥിരീകരിച്ചു. ഡോക്ടർ ധർമ്മേന്ദ്രയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. ധർമ്മേന്ദ്രയുടെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ രാഖി ഭർത്താവിനെ നിർബന്ധിച്ച് മടക്കി അയച്ചതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി. മനീഷ് നാട്ടിലേക്ക് മടങ്ങിയ അവസരത്തിൽ പ്രമോദ് കുമാർ, ദേശ് ദീപക് എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മേന്ദ്ര രാഖിയെ കാണാനെത്തിയിരുന്നു. തുടർന്ന് 4 സംഘം പുറത്ത് കാഴ്ച കാണാനിറങ്ങി. ലഹരി കലർന്ന പാനീയം രാഖിക്ക് കുടിക്കാൻ നൽകി. ബോധം നഷ്ടപ്പെട്ട രാഖിയെയും കൂട്ടി സംഘം കിഴക്കാന്തൂക്കായ പാറക്കെട്ടിന് സമീപമെത്തി. അവിടെ നിന്ന് രാഖിയെ താഴേക്ക് തള്ളിയിട്ടു കൊന്നുവെന്നാണ് കേസ്. അതേസമയം രാഖിയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കിയ സംഘം ഇതിലൂടെ സ്ഥിരമായി അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്തു. ഇതിനാൽ രാഖി എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും വീട്ടുകാരും ബന്ധുക്കളും വിശ്വസിച്ചു. രാഖി അസമിലെ ഗുവാഹത്തിയിലാണുള്ളതെന്നായിരുന്നു മൊബൈൽ രേഖകളുടെ പരിശോധനാ ഫലം. ബന്ധുക്കളും അന്വേഷണ സംഘവും രാഖി ഗുവാഹത്തിയിലുണ്ടെന്ന് വിശ്വസിച്ചു. ധർമ്മേന്ദ്ര കസ്റ്റഡിയിലായപ്പോഴാണ് കഥയുടെ ചുരുളഴിഞ്ഞത്. ജൂൺ മുതൽ 7 മാസത്തോളം സോഷ്യൽ മീഡിയയിലൂടെ രാഖി ജീവിച്ചിരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് കൊലപാതക സംഘത്തിന് സാധിച്ചത്. കൊലയ്ക്ക് ശേഷം നാട്ടിലെത്തിയ ധർമ്മേന്ദ്ര സഹായിയുടെ കൈവശം രാഖിയുടെ ഫോൺ ഗുവാഹത്തിയിൽ എത്തിക്കുകയായിരുന്നു. ധർമ്മേന്ദ്രയുടെ നിർദ്ദേശപ്രകാരം ഗുവാഹത്തിയിലെ സുഹൃത്ത് രാഖിയുടെ സ്റ്റാറ്റസുകൾ മാറ്റിക്കൊണ്ടിരുന്നു. കസ്റ്റഡിയിലായ ധർമ്മേന്ദ്ര കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതായി പോലീസ് അറിയിച്ചു. തന്റെ സ്വത്ത് തട്ടിയെടുക്കാനും ഭീഷണിപ്പെടുത്താനും രാഖി ശ്രമിച്ചിരുന്നതായി ധർമ്മേന്ദ്ര ആരോപിച്ചു. ഇതിൽ പ്രകോപിതനായി പലതവണ രാഖിയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. നേപ്പാളിലേക്ക് രാഖി പോകുന്നെന്ന വിവരം കിട്ടിയതോടെയാണ് കൂട്ടുകാരുമായി ചേർന്ന് വിശദമായ പദ്ധതി ഒരുക്കിയതെന്നും കൊലപാതകം നടത്തിയതെന്നും ധർമ്മേന്ദ്ര പറഞ്ഞു.